കൽക്കി കലക്കി മക്കളെ, കൽക്കി കലക്കി ഒരു രക്ഷയില്ലാത്ത ബ്രഹ്മാണ്ഡ ചിത്രം. ഞാൻ കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ കണ്ട ഒരു ഫിലിമാണ് കൽക്കി. ഒരുപാട് ഹൈപ്പ് കൊടുത്തുകൊണ്ട് തന്നെ അത് ചളവായി പോകുന്ന ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഒരു പ്രശ്നമില്ല. നമുക്ക് നല്ല കാശ് വെർത്താവുന്ന ഒരു പടമാണ് കൽക്കി. എല്ലാവരും പോയി മസ്റ്റ് വാച്ച്. സിനിമ തിയേറ്ററിൽ പോയി ചെന്ന് എന്നെ ഫിലിം കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് എന്നെ ചെയ്യുക, അത് മാത്രമേ പറയാനുള്ളൂ. സിനിമയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അമിതാഭ് ബച്ചനും ഒക്കെ നമുക്ക് ഊഹിക്കാൻ കൂടി പറ്റാത്ത രീതിക്കുള്ള രോമാഞ്ചമാണ് പടം തരുന്നത്. പ്രഭാസിന്റെ ഒരു വമ്പൻ തിരിച്ചു വരവാണ്. 600 കോടി ബഡ്ജറ്റിലും കൊണ്ട് ചെയ്ത പടമാണ് ഞാൻ കേട്ടത്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ അന്വേഷിക്കാതെ ആ ഒരു എക്സൈറ്റ്മെന്റ് പുറത്തിടുന്ന വീഡിയോ ആണ്. മക്കളെ, നിങ്ങൾ എല്ലാവരും പോയി ചെന്ന് കാണണം കേട്ടോ. നിങ്ങളിപ്പോൾ ലീവ് എടുത്തിട്ട് പോയാലും ശരി, വീട്ടിൽ നിന്ന് അടി കൂടി പോയാലും ശരി, എങ്ങനെ പോയാലും ശരി, പക്ഷെ പൈസ വെർത്തായിട്ടുള്ള പടമാണ് ഈ കൽക്കി. എല്ലാവരും പോയി ചെന്ന് കാണാം, അത്ര മാത്രമേ പറയാനുള്ളൂ. സൂപ്പർ പടമാണ്. ഇതിൽ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നാഗ് അശ്വിനാണ് ചെയ്തേക്കുന്നത്. ആളുടെ മുമ്പത്തെ പടത്തിനെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ അറിയത്തില്ല. പക്ഷെ ഈ പടം എനിക്ക് അഭിപ്രായം പറഞ്ഞാലേ പറ്റത്തുള്ളൂ. കാരണം എക്സൈറ്റ്മെന്റ് എനിക്കിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക പറയാനായിട്ട്. അടിപൊളി പടം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബ്രഹ്മാണ്ഡ ചിത്രം. അതിൽ ഓരോരോ ക്യാരക്ടറിനെ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ബ്രില്യൻസ് ആണ്. അയ്യോ, എന്തൊരു ബ്രില്യൻസ് ആണെന്നറിയോ. പക്ഷെ ആദ്യം കയറി ചെന്ന് സിനിമ തുടങ്ങിയ നേരത്തെ എനിക്ക് ഒരു നെഗറ്റീവ് അടിച്ചു തുടങ്ങി. ഞാൻ ഈ റിവ്യൂസ് ഒന്നും അധികം കാണാണ്ടാണ് ഞാൻ പോയി ചെന്ന് കണ്ടത്. അപ്പോൾ അന്നേരം ഞാൻ റിവ്യൂസ് എന്തെങ്കിലും കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത വന്നു കേട്ടോ. പക്ഷേ ഫസ്റ്റത്തെ ആ ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റിംഗ് മെന്റാലിറ്റി കുറച്ച് പ്രശ്നമായിരിക്കും. കാരണം ഒരു എപ്പിക് സയൻസ് ഫിക്ഷൻ മൂവിയാണ്. അന്നേരം നമുക്ക് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആദ്യം ചെന്ന് കണ്ട സമയത്ത് കുറച്ചൊരു ലാഗ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് പിന്നെ ആ ഒരു ഉൾട്ട അടിക്കുന്ന ഒരു രീതിക്ക് ഒരു മറിയലായിരുന്നു ഈ അമിതാഭ് ബച്ചന്റെ എൻട്രി മുതൽ എനിക്ക് ഫീൽ ചെയ്താണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് സിനിമ ഞാൻ സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും പോയി ചെന്ന് കാണുക. ഞങ്ങളെ മലയാളത്തിലെ കുറേ താരനിരകൾ തന്നെ ഉണ്ട്. ദുൽഖർ സൽമാൻ, അന്നാബെൻ, ശോഭന. ഓ മൈ ഗോഡ്, ശോഭന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ശോഭന മാഡം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ക ദൈവമേ, ഞങ്ങൾക്കൊക്കെ ഞാനും ഹസ്ബൻഡും കുഞ്ഞിനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വെച്ചാൽ സയൻസ് ഫിക്ഷൻ മൂവി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫൈറ്റ് സീനും ഒക്കെ ഒത്തിരി നല്ല രസമായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നില്ല, അത് കാണുമ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ചിലപ്പോൾ പേടി തോന്നാം. ആദ്യമൊക്കെ കുഞ്ഞ് കണ്ടോണ്ടൊക്കെ ഇരുന്നെങ്കിലും ഒരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പേടിയാവാൻ തുടങ്ങി. സൗണ്ട് ആയാലും ഒക്കെ. തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ് കേട്ടോ. തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. കുഞ്ഞു പിള്ളേരൊക്കെ ചിലപ്പോൾ കരയാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പോയി കാണാം. നമ്മളെ പിന്നെ കൊച്ചിന് സിനിമയ്ക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്ത കൂട്ടത്തില്ല. അതുകൊണ്ട് ഏത് പടത്തിന് വേണമെങ്കിലും പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾ സെറ്റായിട്ടിരുന്നോളും. അന്നേരം പോയി കാണുക കേട്ടോ. പടം പോയി കാണുക. അടിപൊളി പടമാണ്. ഈ അന്നാബിനൊക്കെ അതിൽ ചെറിയൊരു റോൾ, വളരെ ചെറിയൊരു റോളെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ പവർഫുൾ ആയിട്ട് ആ ക്യാരക്ടറിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അടിപൊളിയായിട്ട് നല്ലൊരു പവർഫുൾ ക്യാരക്ടർ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിജയ് ദേവരകൊണ്ട ആയാലും ആരായാലും എല്ലാ ക്യാരക്ടേഴ്സിനെയും അതിൻ്റെതായ സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് പാട്ടൊന്നും വലുതായിട്ട് കുത്തിക്കരാ. ഞാൻ വിചാരിച്ച പ്രഭാസിന്റെയൊക്കെ നമ്മുടെ മുന്നേ ഇറങ്ങിയ പടത്തിലൊക്കെ വെറുതെ ഈ ഐറ്റം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷയാണ് ഞാൻ പോയത്. പക്ഷെ അങ്ങനത്തെ ഒരു സാധനമല്ല. ദിശ പട്ടാണി ഉണ്ട് കേട്ടോ. ദിശ പട്ടാണിയൊക്കെ പ്രഭാസോട്ടുള്ള കോമ്പിനേഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചാലോ ഇവർ രണ്ടും തമ്മിലുള്ള നീ ഒരു ഐറ്റം ഡാൻസ് കാണുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഐറ്റം ഡാൻസോ സോങ്ങോ അങ്ങനെ വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മൾ ആ സിനിമയ്ക്കകത്തെങ്കിലും മുഴുകിപ്പോവും. ആദ്യമൊക്കെ ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരുന്നു ആൾക്കാർ ഓരോരുത്തർ എൻട്രി വന്നപ്പോൾ. ലാസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൈയടിക്കാൻ മറന്നു പോകുന്നുണ്ട്. ഞാൻ പോലും കൈയടിക്കുന്നില്ല. കാരണം കൈയടി സൗണ്ട് അവിടെ വരുന്നില്ല. കാരണം ഞങ്ങൾ സിനിമ കാണുന്നവർ എല്ലാവരും അതിനകത്ത് അങ്ങ് മുഴുകി അങ്ങ് പോവുകയാണ്. എക്സൈറ്റ്മെന്റ് പുറത്താണ് കുറച്ച് വിറയൽ എനിക്ക് കൂടി വരുന്നത്. അപ്പോൾ പോയി ചെന്ന് കാണും. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടത്തില്ല. ആരും ഈ OTT-യിൽ ഈ ഫോണിൽ എന്തെങ്കിലും എടുത്ത് കാണാൻ നിൽക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ് കേട്ടോ. അവരെടുത്ത എഫേർട്ട് നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഏകദേശം 600 കോടി എന്തോ ബഡ്ജറ്റിൽ അവർ ചെയ്ത പടമാണ്. നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള നമ്മൾ തിയേറ്ററിൽ പോയി ചെന്ന് കാണുക. നമുക്ക് പൈസ ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. ഫോണിൽ കാണാൻ നിൽക്കരുത്. തിയേറ്ററിൽ പോയി ചെന്ന് എന്നെ കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം. ആവശ്യമില്ലാതെ പാട്ടൊന്നും കുത്തി കയറ്റിയിട്ടില്ല നമ്മുടെ പടം പോലെ. ഫുള്ളി എപ്പിക് സയൻസ് ഫിക്ഷൻ മൂവിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഫാമിലി എന്റർടൈൻമെന്റ് ഒന്നും അല്ല. ഇത് എപ്പിക് സയൻസ് ഫിക്ഷൻ മൂവിയാണ്. നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഏജിലുള്ള എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലും ഇഷ്ടപ്പെടുന്ന എല്ലാ ക്യാരക്ടേഴ്സും, നല്ല അഭിനയിക്കാൻ അറിയുന്ന എല്ലാ ക്യാരക്ടേഴ്സും, എല്ലാവർക്കും നല്ല രീതിയിൽ അഭിനയിച്ച് തഴക്കമുള്ളവരും എല്ലാവരും കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഓരോരോ ക്യാരക്ടറിനും ഓരോരോ രീതിക്ക് അവർക്ക് ചേരുന്ന ക്യാരക്ടർ കൊടുത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡയറക്ടറിന്റെ ഏറ്റവും വലിയ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ. ഈ പറയുന്ന നാഗ് അശ്വിൻ ഡയറക്ടർ
ആൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഡയലോഗ് മാത്രം കൊടുത്ത്, ഈ മാസ് ഡയലോഗ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ഭയങ്കര കോമഡി ആയിട്ടൊന്നുമില്ല. പക്ഷെ കണ്ടുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു മൂവിയാണ് കേട്ടോ. നമ്മളെ പിടിച്ചിരുത്താൻ, നമുക്ക് ഇനി അടുത്തെന്തായിരിക്കും എന്നുള്ള ഒരു രീതിക്ക് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു പടമായിരിക്കും. നമുക്ക് സമയം പോകുന്ന അറിയാനേ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇമാജിനറി വേൾഡിൽ, ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല കേട്ടോ, എല്ലാവരും പോയി ചെന്ന് കാണുക. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും പോയി ചെന്ന് കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതില് പിന്നെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാം ആരൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും നോക്കാണ്ട് പോയി ചെന്ന് കാണുക. കാരണം വെച്ചാൽ ഞങ്ങൾ ഈ കാണുമ്പോൾ കിട്ടുന്ന ഈ ഒരു എൻട്രിയിൽ കിട്ടുന്ന ഒരു ഫീല് നമുക്ക് പിന്നെ ഈ ഇങ്ങനെ ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ കിട്ടും, അറിഞ്ഞു പോയാലും നമുക്ക് കിട്ടും. ആ രീതിയിലാണ് പടം ചെയ്തു വെച്ചത്. കലക്കി, വീണ്ടും വീണ്ടും പറയുന്നു, കലക്കി, വെറുതെ കലക്കി കേട്ടോ. അപ്പൊ എല്ലാരും പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.